ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് നീ കരുതണ്ട. മായ ഇവിടെ സ്ഥിരതാമസത്തിന് പോവുമൊന്നുമല്ല. ദാ ഈ പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഞാനിങ്ങി തിരിച്ചു വരും. അപ്പോഴും നീ ഇവിടെയൊക്കെ തന്നെ കാണണം, കേട്ടല്ലോ? മതി, വാടിയുടെ. ഭാഗ്യക്കുരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. റൈറ്റ് ഡിസിഷൻ ഓൺ റൈറ്റ് ടൈം. തന്റെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയായിരുന്നാലും ശരി, ഒന്ന് ചാഞ്ചാടി പോവായിരുന്നു. മതി, ഇത് എപ്പോ തുടങ്ങിയ പുകഴ്ത്തലാ മാഷെ. ഇനി ഇങ്ങനെ സ്തുതിപാടി സുഖിപ്പിച്ചാലേ ഞാൻ ആകാശത്തോട് അങ്ങനെ പറന്ന് നടക്കും. ഇതെന്റെ മിടുക്കൊന്നുമല്ല. ക്രെഡിറ്റ് മുഴുവൻ അനുവിന്റെ പപ്പയ്ക്ക് അവകാശപ്പെട്ടതാ. അതാരാ? ഓ, ആ സിഐ. അപ്പൊ അങ്ങേര് പറഞ്ഞതനുസരിച്ച് വേഷം കെട്ടി എന്റെ കാര്യോ? യുനോ, ബുദ്ധി അയാളുടെ ആണെങ്കിലും എന്റെ പെർഫോമൻസാ അവരെ വീഴ്ത്തിയത്. അപ്പൊ ആ ക്രെഡിറ്റിന്റെ ഒരു പങ്ക് എനിക്കും അവകാശപ്പെട്ടതാണല്ലോ. ആ ക്രെഡിറ്റ് എങ്ങനെ മാഷിന് അവകാശപ്പെട്ടതാവും? ഒരു ഞരമ്പ് രോഗിയെ കൊണ്ട് പറയിപ്പിച്ചാലേ അത് സക്സസ് ആവൂന്ന് CI സാറിന് ബോധ്യമായതുകൊണ്ടല്ലേ ആ റോള് സാർ ഇയാൾക്ക് തന്നത്. അപ്പൊ ആ ക്രെഡിറ്റും അനുവിന്റെ പപ്പയ്ക്ക് അവകാശപ്പെട്ടതാ. കിട്ടണം, എനിക്ക് ഇത് തന്നെ കിട്ടണം. ഭാഗ്യക്കുരുടെ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാ എന്റെ ഇമേജ് പോലും നോക്കാതെ ഞാൻ ഈ കൈവിട്ട കളിക്ക് തയ്യാറായത്. അല്ലാതെ കണ്ട വൃത്തിയിട്ട ആൾക്കാരുടെ മുമ്പിൽ ഒരു ലോ ക്ലാസ് അഭിനയിക്കാൻ എന്നെ കിട്ടുകയൊന്നുമില്ല. ഒന്നുമില്ലല്ലോ, ഞാനൊരു ലീഡിംഗ് കമ്പനിയുടെ ഫീൽഡ് ഓഫീസർ അല്ലേ? അതെന്താ കുട്ടി മനസ്സിലാക്കുന്നത്? ഒരു ഫീൽഡ് ഓഫീസർ എന്നൊക്കെ പറയുമ്പോ അതെന്താ നിസ്സാര കാര്യമാണോ? ഏയ്, ഒരിക്കലും അല്ല. കട്ട ചുമക്കണം, സിമന്റ് കുഴയ്ക്കണം, ചിലപ്പോഴൊക്കെ ഓട്ടോയും ഓടിക്കണം. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഫീൽഡ് ഓഫീസറെ സംബന്ധിച്ചുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? ഇതെല്ലാം എന്റെ ഒഴിവ് സമയത്തെ ഹോബികളാ. ഒരു സാധാരണക്കാരന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ സ്വയം പരീക്ഷിക്കുന്നതല്ലേ. അതൊരു ഫീൽഡ് വർക്ക് ആണല്ലോ. എന്തിനാ മാഷേ ഈ ദുരഭിമാനം? ചില ദിവസങ്ങളിൽ കൂലിപ്പണിക്ക് പോവാറുണ്ടെന്ന് തുറന്നങ്ങ് സമ്മതിച്ചൂടെ? ഇങ്ങനെ ഒളിച്ചുമൂടി വെക്കാൻ അതൊരു മോശം തൊഴിലൊന്നും അല്ല. ആഴ്ചയിൽ ശരാശരി 6 ദിവസം കൂലിപ്പണി എടുക്കുന്നവൻ ഒരു മാസം ഉണ്ടാക്കുന്ന കാശിന്റെ അത്രയും വരുമോ ഇവിടുത്തെ പല പ്രൈവറ്റ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ വാങ്ങുന്നത്? അത് വളരെ ശരിയാ. ഉദാഹരണത്തിന് എന്റെ കമ്പനിയിൽ എത്രയോ പേരെ എനിക്കറിയാം. എനിക്കങ്ങനെ ഒരുപാട് പേരെയൊന്നും അറിയില്ല. ഈ പറഞ്ഞ കമ്പനിയിലെ ഒരാളെ അറിയാം. അതുകൊണ്ടാണ് ഫീൽഡ് ഓഫീസർ ഇടയ്ക്കിടയ്ക്ക് ഫീൽഡ് മാറ്റി പിടിക്കുന്നതെന്നും അറിയാം. എന്റെ അമ്മോ, ഞാൻ സമ്മതിച്ചു. ഇയാളോട് വാദിച്ച് ജയിക്കാൻ ഞാനില്ല. ഭാഗ്യക്കുറിയെ നല്ല ഒന്നാന്തരം വക്കീലാവേണ്ട ആളായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, വക്കീലാവണ്ട. ഇയാളെ ഡോക്ടർ ആവേണ്ട ആള് തന്നെയാ. ആവുകയും വേണം. എന്തായടോ ഞാൻ പറഞ്ഞ കാര്യം? കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി താമല ആലോചിച്ചു തുടങ്ങിയോ? പിന്നെ ആലോചിക്കും മാത്രമല്ല, ഇന്നലെ തന്നെ കോളേജിൽ പോയി ബാക്കി ഫീസ് അടച്ചു, ബാക്കി ആക്സസറീസ് ഒക്കെ വാങ്ങി. ഇനി ചെന്നിരുന്ന് പഠിച്ചാ മതി. അതെ ഫീൽഡ് ഓഫീസറെ, ഈ MBBSന് പഠിക്കാന്ന് പറഞ്ഞ കാശ് എത്രയാ ചെലവാവുക എന്ന് വല്ല പിടിയുണ്ടോ? വെറുതെ ഇരുന്ന് സ്വപ്നം കാണാനേ ഞാൻ വിട്ടികളുടെ സ്വർഗത്തിലല്ല ജീവിക്കുന്നത്. നോക്കിക്കോ, ഇപ്പൊ ഇവിടെ ഈ റോഡിനെയും ഇതുവഴി കടന്നു പോകുന്ന നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെയും സാക്ഷിയാക്കി ഞാൻ പറയുക, താൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആവുകയും ചെയ്യും. പിന്നെ സംഗതി പുളുവാണേലും കേൾക്കാൻ രസമുണ്ട്. ഭാഗ്യക്കുറി നോക്കിയോ, എന്റെ നാക്കേ കരുനാക്ക, പറഞ്ഞ അച്ചട്ട. പിന്നെ ഇത് നടക്കും, നടന്നത് തന്നെ. അയ്യോ, ഇയാളോട് വെറുതെ കത്തിയടിച്ച് നിന്ന് സമയം പോയി. അപ്പോ താങ്ക്സ്. പിന്നെ ഒരു കാര്യം, അന്ന് ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ പേരിൽ ഒരു പോളിസി എടുക്കുന്ന കാര്യം? പോളിസി ഹോൾഡർക്ക് പെർമനന്റ് അഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാ. ഒരെണ്ണം എഴുതിക്കോ.
അത് വേണ്ട ഭാഗ്യക്കുറി. താൻ എന്തായാലും ആ പോളിസി എടുക്കണ്ട. ഇയാള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ, അത് വെറുതെ പ്രയോജനമില്ലാത്ത കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യണ്ട. അതെന്താ, ഇയാളുടെ പറ്റിപ്പ് കമ്പനിയാണോ? കമ്പനി ജെന്യൂനൊക്കെ തന്നെയാ. പക്ഷെ ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒന്നും പലപ്പോഴും ആൾക്കാർക്ക് കിട്ടാറില്ലെന്നേ ഉള്ളൂ. അത് ഞങ്ങളെപ്പോലുള്ളവരുടെ വാചകമിടയിലും ഇല്ലേ കമ്പനി വക പരസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാ തന്നെ? അത് ശരിയാവില്ല. നമുക്ക് ഗവൺമെന്റ് പോളിസി എടുത്താൽ മതി. മടി പിടിക്കാതെ അങ്ങോട്ട് നടന്നേ. 2 റൗണ്ടും കൂടി നടന്നാ നമുക്ക് കിടക്കാം. അവളെ ക്ഷീണിച്ചെങ്കിൽ കൊണ്ടുപോയി കിടത്തുമോളെ. കുറച്ചു നേരം ആയല്ലോ പാവത്തിനെ എങ്ങനെ ഇട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ സമയത്ത് ഇത്തിരി നടക്കുന്നത് നല്ലതാന്നേ. കാലിലെ നീരൊക്കെ മാറും. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ ഗർഭിണി കൊച്ചിന്റെ പടവും വച്ചായി എന്തിനൊക്കെ വിലപേശാൻ തോന്നിയല്ലോ. ചക്കരയും പഞ്ചാരയും പറഞ്ഞ് ഇതുങ്ങളുടെ പിറകെ നടന്നതിന്റെ മനസ്സിലിരിപ്പിതായിരുന്നു. എന്റെ മണ്ടക്കാട്ടമ്മേ, ഈ പെങ്കൊച്ചിന്റെ മനസ്സിന്റെ നേരും നെറിയും കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. എടി, കേരളം ഇപ്പോ സെക്സ് മാഫിയയുടെ കയ്യിലാണ് ഇക്കാവേ. പേപ്പറുകൾ നോക്കണം. ഹോ, സിനിമാ നടികൾ പോലും തോറ്റുപോകുന്ന ഗ്ലാമറുള്ള സുന്ദരി പെണ്ണുങ്ങളാ ഇതിനു വേണ്ടി കെട്ടിയൊരുങ്ങി ഇറങ്ങുന്നത്. അവളുമാരെന്ന് കണ്ണൂരിട്ടി കാണിച്ച ഭരണത്തിരിക്കുന്ന മന്ത്രിമാർക്ക് വരെ തുള്ളപ്പരിയും പറയലും വരും. ഏതായാലും ഗൗരിമോളെ ഒന്ന് സൂക്ഷിച്ചോളണേ. ആ പെണ്ണും പിള്ളയ്ക്ക് ചില വമ്പന്മാരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഉണ്ട്. എത്ര സ്വാധീനം ഉണ്ടെങ്കിലും അവരിനി നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല സുന്ദരമാമ. മതിയാക്കിയോ? വയ്യെങ്കി മതിയാക്കും മോളെ. നല്ല മഞ്ഞുണ്ട്. നീ അവളെ അകത്ത് കൊണ്ടുപോയി കിടത്ത്. എന്നിട്ട് വല്ലതും വന്ന് കഴിക്കുക. കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേക്കേണ്ടതല്ലേ? വാ ചേച്ചി. ഇനി എന്റെ ചേച്ചിക്കുട്ടി നല്ല സുഖമായിട്ട് ഉറങ്ങിക്കാം. എന്താ നോക്കുന്നേ? വല്ലതും വേണോ? എന്നാ കിടന്നു. ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് ഓടി വരാം. ചേച്ചി, ചേച്ചി, എന്താ ചേച്ചി? ഇക്കാമേ, ഇക്കാമേ, ഒന്ന് എഴുന്നേറ്റേ. ചേച്ചി, എന്താ 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 മോളെ? ചേച്ചി, എന്താ പറ്റി? എന്റെ ചേച്ചിക്ക്. അയ്യോ ചേച്ചി, എന്റെ മണ്ടക്കാട്ടമ്മേ, ഞാൻ എന്താ ഈ കാണുന്നേ? വാക്കുകേടാണല്ലോ മോളെ. എന്താടി ഇക്കാവേ, എന്താ പ്രശ്നം? പെണ്ണിന് പേറ്റുന്നത് തുടങ്ങി മനുഷ്യ. ഇപ്പോഴോ? അതിന് 8ാം മാസമല്ലേ? നിങ്ങൾ മാസക്കണക്ക് നോക്കാൻ നിൽക്കാതെ പോയി വണ്ടി വിളിച്ചോണ്ട് പോവാ മനുഷ്യ. ഈ അസമയത്ത് ഞാൻ എവിടെ പോയിട്ട് വണ്ടി വിളിക്കാൻ? ഓ, അതും നേരാണല്ലോ. ഇങ്ങനെയെന്ന് 1.5 കാലം കൊണ്ട് വണ്ടി വിളിച്ചോണ്ട് വരുമ്പോഴേക്ക് ഈ പെണ്ണ് ചോര വന്ന് ചത്തുപോയോ? എന്റെ മണ്ടക്കാട്ടമ്മേ, ഞാൻ ഇനി എന്തോന്ന് ചെയ്യും? ഇക്കാമ ചേച്ചി ഒന്ന് നോക്കിക്കും. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ട് വരാം. കരയില്ല മോളെ, പേടിക്കണം, പേടിക്കണം. ഒരു കുഴപ്പമില്ല. കരയല്ലേ, കരയല്ലേ. ഒന്നുമില്ല ചേച്ചി. ചേച്ചി, പേടിക്കില്ല. പേടിക്കണ്ട ചേച്ചി. ഒന്നുമില്ല മോളെ. നിങ്ങളിവിടെ നിന്നാ മതി.
അമ്മ എന്റെ ചേച്ചി. ഇല്ല മോളെ, എന്റെ മണ്ടക്കാട്ടമ്മ ഒന്നും വരുത്തൂല. മോള് സമാധാനിക്ക്. സിസ്റ്റർ, എന്റെ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. ബ്ലീഡിംഗ് നിന്നില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് അറേഞ്ച് ചെയ്യണം. കുട്ടി പേഷ്യന്റ് ആരാ? അനിയത്തിയാ. ആ ഫോം ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കൂ. ദാ ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ. ഓപ്പറേഷനുള്ള സമ്മതപത്രമാ. വാവേ, വാവേ, കരയില്ലേ? ഉറങ്ങിക്കോ. പപ്പയുണ്ടല്ലോ മോളെ. വാവേ, ഉറങ്ങിക്കോ. പപ്പയുണ്ടല്ലോ. പപ്പയുണ്ടല്ലോ. ഉറങ്ങിക്കോ വാവേ. അലൻ, അലൻ, എന്താ എന്തു പറ്റി? ഉറക്കത്തിൽ നിങ്ങൾ എന്തൊക്കെയോ പിച്ചും ഭ്രാന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. വാവേന്നോ പപ്പയെന്നോ? എന്താ പറ്റിയത്? വല്ല സ്വപ്നം കണ്ടതാണോ? ഏയ്, ഒന്നുമില്ല. ഹാ, സ്വപ്നത്തിലാണേലും എന്റെ ഭർത്താവ് എന്നെ ഒന്ന് തൊട്ടല്ലോ. നന്ദിയുണ്ട് കേട്ടോ. സ്വപ്നത്തിന്റെ ബാക്കി വല്ലതും ഉണ്ടാവോ മാഷേ? ബാക്കിയുള്ളവർക്ക് ഇവിടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം. സൈന കിടന്നോ? യെസ്, റിസ്ക് ആയിരുന്നു. രണ്ടിലൊരാളെ കിട്ടുമെന്ന് ഉറപ്പിച്ചു തുടങ്ങിയ സർജറിയാ. ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടുപേരും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. താങ്ക് യു ഡോക്ടർ. നന്ദിയൊക്കെ ദൈവത്തോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാര്യങ്ങൾ. ആ പിന്നെ പ്രിമച്വർ ബേബി ആയതുകൊണ്ട് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റിയിരിക്കുക. വെയിറ്റും പൾസും ഒക്കെ കുറവാ. എന്നാലും ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ മിനിമം ഒരു 2 വീക്സ് എങ്കിലും ഇൻക്യുബേറ്ററിൽ തുടരേണ്ടി വരും. ചേച്ചി, ഷീസ് ഓൾ റൈറ്റ്. ഒബ്സർവേഷനിലേക്ക് മാറ്റിയിരിക്കുക. ബ്ലീഡിങ്ങിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് പറയാം. ശരി ഡോക്ടർ. ഓക്കെ. തള്ളയും കുഞ്ഞും 2 പാത്രത്തിലായല്ലോ. എന്റെ മണ്ടക്കാട്ടമ്മേ, നീ തന്നെ തുണ. ദേ കൊച്ചേ, തള്ളയും കുഞ്ഞിനെയും കൊണ്ട് അടുത്ത പ്രാവശ്യം പൊങ്കാലയ്ക്ക് പോണം. കുഴപ്പമൊന്നും വരാതിരിക്കാൻ ഞാൻ നേർന്നതാ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഇക്കാമേ? ഇക്കാമ്മ പറഞ്ഞാ പിന്നെ ഞാൻ വേണ്ടാന്ന് പറയൂ? ഓ, എത്ര മണി മുതൽ തുടങ്ങി ആദ്യം വെപ്രാളോ? നിന്റെ മനസ്സിന്റെ നേരാ മോളെ ഒക്കെ ഒരു കുഴപ്പമില്ലാതായത്.
എന്താടി നീ പള്ളി പോകാൻ ഇറങ്ങിയല്ലായിരുന്നോ? പിന്നെ എന്നാത്തിനാ തിരിച്ചു കയറിയത്? അമ്മച്ചി ഞാൻ നമ്മുടെ എന്നെ പറ്റി മോളെ, നീ എന്താ ആകെ വല്ലാതിരിക്കുന്നത്? അമ്മച്ചി നമ്മുടെ സണ്ണിച്ചായം വന്നു. സണ്ണിച്ചനോ? നീ എന്ത് ഭ്രാന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? സത്യമാണ് അമ്മച്ചി, ഞാൻ പള്ളി പോകാൻ ഇറങ്ങിയപ്പോഴാ കണ്ടത്. ദേ നമ്മുടെ വരാന്തയില് അവിടെ കിടന്ന് ഉറങ്ങുക ആള്. അമ്മച്ചി വന്ന് നോക്കി. എന്നതാ എന്നതാ ഇങ്ങനെ നോക്കുന്നേ? എന്റെ പൊന്നു മോനെ, എവിടായിരുന്നടാ പൊന്നുമോനെ നീ ഇതുവരെ? ഇപ്പോഴെങ്കിലും നിനക്ക് അമ്മച്ചിയെ ഓർമ്മ വന്നല്ലോ. ഇപ്പോഴല്ല അമ്മച്ചി, എന്നും എന്നും ഞാൻ ഓർക്കും ഈ മുഖം. മറക്കാൻ പറ്റുമോ? പൂക്കാടൻ ബംഗ്ലാവിൽ മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ജന്മം തീർക്കുന്ന എന്റെ പൊന്നമ്മച്ചിയെ കാണണമെന്ന് മനസ്സ് വാശി പിടിച്ചപ്പോ പിന്നൊന്നും നോക്കിയില്ല, ഇങ്ങ് പോന്നു. ഇതെന്തു കൊല മക്കളെ? നീ എന്താ ഏതെങ്കിലും ആശ്രമത്തിൽ ചേർന്ന് സന്യസിക്കാൻ പോയതാ? എന്റെ കർത്താവേ, എങ്ങനെ നടന്ന് ചെറുക്കനായിരുന്നു. യാത്രയിലായിരുന്നു അമ്മച്ചി. പണ്ട് നമ്മുടെ ഗാന്ധിജി നടന്ന പോലെ ഇന്ത്യ അറിയാനുള്ള യാത്ര. കുറെ സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ എന്ന് വേണ്ട തോന്നുന്നിടത്തെല്ലാം അങ്ങനെ തെണ്ടി നടന്നു. പലതരം ആൾക്കാരെയും കണ്ടു. പക്ഷേ കൂട്ടത്തിലെങ്ങും പൂക്കാടൻ പൗലോസിനെ പോലൊരു ഉരുപ്പടിയെ കണ്ടുമുട്ടിയതേ ഇല്ല കേട്ടോ. അപ്പോഴാ നമ്മുടെ തന്തപ്പടിയുടെ മഹത്വം ശരിക്കും മനസ്സിലായത്. ഓ, കർത്താവ് തമ്പുരാൻ അറിഞ്ഞു ചെയ്തൊരു മുതലല്ലയോ അത്. നീ എപ്പോഴാടാ വന്നത്? രാത്രിയിലെപ്പോഴോ. ഇതുവഴി പോയപ്പോ ഈ മുഖം ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങ് വച്ചു പിടിച്ചു. നിങ്ങളെല്ലാം നല്ല ഉറക്കമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ദേ ഗേറ്റ് ചാടി ഇവിടെ സ്ഥലവും പിടിച്ചു. ക്ഷീണം കാരണം ഉറങ്ങിയും പോയി. എന്തായാലും കുറച്ചു ദിവസം എന്റെ അമ്മച്ചിയുടെ കൂടെ തന്നെ കാണും ഞാൻ. വേണ്ടടാ, നീ പൊയ്ക്കോ. എങ്ങോട്ടെങ്കിലും പൊയ്ക്കോടാ മോനെ. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് സമാധാനിച്ചോളാ ഈ അമ്മച്ചി. ഇവിടെ നീ നിന്ന് ശരിയാവത്തില്ല. അപ്പനും മോനും കൂടി തമ്മിൽ തല്ലിച്ചാവുന്നത് എനിക്ക് കാണാൻ വയ്യ മക്കളെ. അമ്മച്ചിയെ കാണണമെന്ന് നിനക്ക് തോന്നുമ്പോ ഇടയ്ക്ക് ഇതുപോലൊന്ന് വന്നാ മതി. അമ്മച്ചിക്ക് അത് മതി. അങ്ങനെ കണ്ടോളാം ഞാൻ നിന്നെ. അങ്ങനെയൊക്കെ പേടിച്ചാലോ അമ്മച്ചി? റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാനല്ലേ പൂക്കാടൻ പൗലോസിന് പറ്റുള്ളൂ. അല്ലാതെ എന്നെ ചുമന്ന എന്റെ അമ്മച്ചിയുടെ ഗർഭപാത്രം കഴുകി വൃത്തിയാക്കാനൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനൊരു മോനില്ലെന്ന് വേദപുസ്തകം തൊട്ട് സത്യം ചെയ്തെന്നെ പടിയിറക്കിയാലും പൂക്കാടൻ കുടുംബത്തിന്റെ കടിഞ്ഞൂൽ കനി ഞാനാണെന്ന് കർത്താവ് തമ്പുരാൻ അറിയത്തില്ലയോ അമ്മച്ചി? അതുകൊണ്ട് അമ്മച്ചി പേടിക്കണ്ട. കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മച്ചി, എനിക്കെന്തെങ്കിലും കഴിക്കാൻ താ. ഭയങ്കര വിശപ്പ്. ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ. വാ. ആ, എന്താടി സുസമ്മി നീ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാണോ നീ? എന്നാ പോയിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വിശേഷങ്ങളൊക്കെ നമുക്ക് വിസ്തരിച്ച് പറയാം. വാ മോനെ.
ഗൗരിമോളെ, നേരെ ഒരുപാടായി വെക്കാമേ. പിന്നെ 7-8 മണിയായി കാണും. എന്നാ ഈ ചായ കുടിച്ചാട്ടെ. ഓ, രാവിലെ തുടങ്ങിയ കഷ്ടപ്പാടും അലച്ചിലും അല്ലയോ. 2 വടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ട, ചായ മാത്രം മതി. എന്തോന്നാ നീ ഇത്ര ആലോചിക്കുന്നത്? കാശിന്റെ കാര്യമായിരുന്നു കാമേ. എന്റെ കയ്യിൽ എല്ലാം കൂടി നുള്ളിപ്പെറുക്കിയ ഒരു 5000 രൂപ ആണ്. പ്രസവം ഇത്ര നേരത്തെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. കുഞ്ഞിനെ എത്ര നാൾ ഇൻക്യുബേറ്ററിൽ വെക്കുമെന്നും അറിയില്ല. കാശിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. എന്റെ കയ്യിലും കുറച്ച് കാശിരിപ്പുണ്ട്. 3-4 ദിവസം പിടിച്ചു നിൽക്കാൻ അത് മതിയാവും മോളെ.